നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു ദിവസത്തിന് തുടക്കം കുറിക്കുന്നത് പ്രഭാതത്തിലാണ്. ആ നിമിഷം മുതൽ തുടങ്ങുന്ന കാര്യങ്ങൾ അന്നത്തെ ദിവസം നമുക്ക് ലഭിക്കുന്ന ഊർജത്തെയും ഐശ്വര്യത്തെയും സാരമായി ബാധിക്കും. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ വീടിന്റെ പ്രധാന വാതിൽ തുറക്കുന്ന രീതിയിലാണ്. രാവിലെ നമ്മൾ തിരക്കിനിടയിൽ ആരും വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു ലളിതമായ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അന്നത്തെ ദിവസം ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്നു. ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഇല്ലാതെ ദൈവാനുഗ്രഹത്തോടെ ഒരു ദിവസം ആരംഭിക്കുവാനും ആ ദിവസം മുഴുവൻ എല്ലാ ഐശ്വര്യങ്ങളും നിലനിൽക്കാനും ഇത് സഹായിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ഡോർ തുറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതോടൊപ്പം ജപിക്കേണ്ട മന്ത്രങ്ങളുമാണ് പറയുന്നത്. തീർച്ചയായും നിങ്ങൾ ഇത് പാലിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീടിനുള്ളിലെ നെഗറ്റീവ് എനർജി നിലനിന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കില്ല. അവിടെ താമസിക്കുന്നവരുടെ ജീവിതത്തിലും ഉയർച്ച ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിലായാലും മനസ്സിലായാലും വീട്ടിലായാലും നെഗറ്റീവ് എനർജി വന്നു കയറി കഴിഞ്ഞാൽ അത് ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രമായിരിക്കും സമ്മാനിക്കുക. അതുകൊണ്ട് നമ്മുടെ വീട്ടിലും ചുറ്റുപാടും പോസിറ്റീവ് എനർജി നിലനിർത്തുക എന്നതാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. പ്രധാന വാതിൽ തുറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാത്രിയിൽ വാതിൽ അടച്ചതിനു ശേഷം വീടിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന ഊർജത്തെ പുറന്തള്ളുകയും പുലരിയിലെ ശുദ്ധമായ പോസിറ്റീവ് ഊർജത്തെ അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മളിൽ മിക്ക ആളുകളും എഴുന്നേറ്റ ഉടനെ ഓടിപ്പോയി വാതിൽ തുറക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്താനാകും. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നിലനിൽക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് സൂര്യോദയത്തിന് മുന്നോടിയായിട്ടെങ്കിലും വീടിന്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്തിരിക്കണം. സാധിക്കുമെങ്കിൽ പുലർച്ചെ 3:30 മുതൽ 5:30 വരെയുള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ വാതിൽ തുറക്കാൻ ശ്രമിക്കുക. ഈ സമയം പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധമായ ഊർജം വീട്ടിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കും. എല്ലാവർക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ സാധിച്ചെന്ന് വരില്ല. എങ്കിലും സൂര്യോദയത്തിന് മുമ്പുള്ള സമയം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കിടന്നിടത്ത് നിന്ന് ഉടൻ ഓടിച്ചെന്ന് വാതിൽ തുറക്കുകയല്ല വേണ്ടത്. നിങ്ങൾ എഴുന്നേറ്റതിന് ശേഷം കൈയും കാലും മുഖവും ഒക്കെ കഴുകി ശുദ്ധിയായതിനു ശേഷം വേണം വാതിൽ തുറക്കുവാൻ. ഇനി നിങ്ങൾ കുളിച്ചതിന് ശേഷമാണ് തുറക്കുന്നതെങ്കിൽ അത് വളരെ ഐശ്വര്യപ്രദമായ കാര്യമാണ്. സാധിക്കുമെങ്കിൽ കുളിച്ച് ശുദ്ധിയായിട്ടൊക്കെ വന്ന് മെയിൻ ഡോർ തുറക്കുക. കുളിച്ചില്ലെങ്കിലും മുഖം കഴുകി ശുദ്ധിയോടെ മാത്രമേ വാതിൽക്കൽ നമ്മൾ എത്താവൂ. ഇനി തല തോർത്തുക, തല ചൊറിയുക, ചെരുപ്പ് വലിച്ചിഴയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാതിൽ തുറക്കുന്ന സമയത്തും അതിന് തൊട്ടു മുമ്പും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇതൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതായി വേണ്ടത് വാതിൽ തുറക്കുന്ന സമയത്ത് ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുവാൻ. പ്രധാന വാതിൽ തുറക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ്: ഓം ഹ്രീം ശക്തിയുക്തേ മഹാപ്രകൃതീശ്വരി നമോസ്തുതേ. ഈ മന്ത്രം മനസ്സിൽ ചൊല്ലിക്കൊണ്ട് വാതിൽ തുറന്നാൽ അന്നത്തെ ദിവസം നിങ്ങൾക്കും വീട്ടിലുള്ളവർക്കും ഈശ്വരാധീനം എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഇനി നിങ്ങൾ വാതിൽ തുറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഡോർ എപ്പോഴും തുറക്കുന്ന സമയത്ത് വളരെ സ്മൂത്തായ രീതിയിൽ യാതൊരു ശബ്ദവും ഉണ്ടാകാതെ തുറക്കാൻ സാധിക്കണം. വളരെയധികം ശക്തി പ്രയോഗിച്ചോ വിജാഗിരിയുടെ ശബ്ദം കേട്ടോ വാതിൽ ഒരിക്കലും തുറക്കരുത്. വാതിൽ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകാൻ കാരണമാകും. അതുകൊണ്ട് വാതിലിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ശബ്ദങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഓയിലിട്ടോ റിപ്പയർ ചെയ്തോ ഒക്കെ നിങ്ങൾ ശരിയാക്കേണ്ടതാണ്. ഇനി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാണേണ്ടതും നല്ല കാഴ്ചകൾ തന്നെ ആയിരിക്കണം. രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മെയിൻ ഡോറിന്റെ മുന്നിൽ ചെരുപ്പുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി യഥാസ്ഥാനത്ത് വെക്കുക. എന്തെങ്കിലും വലിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി വെക്കുക. രാവിലെ തന്നെ വേസ്റ്റ് കൂട്ടിയിട്ടതും ചെരുപ്പുകളും കാണുന്നത് അശുഭകരമായിട്ടുള്ള കാര്യമാണ്. പുറത്തേക്ക് ഇറങ്ങിയ ശേഷം സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു തൊഴുക. നിങ്ങളുടെ വീടിന്റെ മുഖം ഏത് ഭാഗത്തേക്കാണെങ്കിലും കിഴക്കോട്ട് തിരിഞ്ഞ് വന്നിക്കുന്നത് അനുഗ്രഹദായകമാണ്. നമ്മുടെ വീട്ടിലെ ഊർജ പ്രവാഹത്തിൽ പിൻവാതിലിനും ഒരു പങ്കുണ്ട്. മുന്നിലത്തെ ഡോർ പോസിറ്റീവ് എനർജിയെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള കവാടമാണ്. എന്നാൽ പിൻവാതിൽ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുക എന്നതാണ്. ഇനി പിൻവാതിൽ തുറക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ്: ഓം സ്വസ്തി ശ്രീ മഹാദേവി നമോസ്തുതേ. മുൻവാതിൽ തുറന്ന് ഈ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഉടനെ തന്നെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പിൻവാതിലും തുറക്കുക. ഒരു 5 മിനിറ്റിനു ശേഷം നിങ്ങൾക്കത് വീണ്ടും അടയ്ക്കാവുന്നതാണ്.
ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ നിലവിളക്ക് തെളിയിക്കാൻ. നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് വീടിന്റെ മുൻവശത്തെ ഡോറ് തുറന്നു വെക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ കാര്യങ്ങളിലും വീട്ടിലുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങളിലും എല്ലാ തരത്തിലും ഐശ്വര്യം വന്നു ചേരും. അന്നത്തെ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ രാവിലെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നത് വഴി സാധിക്കുന്നതാണ്. ഈ ലളിതമായ കാര്യങ്ങൾ ചിട്ടയായി പാലിക്കുക. നിങ്ങളുടെ ജീവിതം ഐശ്വര്യവും സമാധാനവും നിറഞ്ഞതാവട്ടെ.